ഹലോ ഗായ്സ്, ഒരിക്കലും കാശിക്കിടലോ ബമ്പൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗായ്സ്, ഇവിടെ ഒരു വിശിഷ്ട അതിഥി വന്നിരിക്കുന്നു. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. സൽമ. ക്വസ്റ്റ്യൻ നമ്പർ 1. എന്താണ് പേര്? സൽമ. ആരാണ് എൻ്റെ ആന്റിയമ്മ? ആന്റിമ ഈസ് എ ഹബീബി. സുഹൃത്തുക്കളെ, ഞാൻ ഹബീബി കം ടു കേരള എന്ന് പറഞ്ഞപ്പോൾ ആന്റിമ കേരളയിലോട്ട് വന്നു. ആന്റിമ UK-യിലായിരുന്നു, ഇപ്പം ലീവ് എടുത്ത് വന്നിരിക്കുകയാണ്. ജോപ്പാപ്പൻ ഇവിടെ ഒരു ഗസ്റ്റ് ചാലഞ്ചിന് വന്നു. സോ ഇത് ജോപ്പാപ്പൻ്റെ ചേച്ചിയാ. ഇനി ഒരാളും കൂടെ വരാനുണ്ട്. അതാ അജയ് ആൻറ്റി. കമ്മിങ് സൂൺ. ആൻറ്റിമ കുഞ്ഞാച്ചി വെയിറ്റിംഗ് ഫോർ യു. സോ ഇന്നത്തെ നമ്മുടെ ചാലഞ്ചിൻ്റെ പേരാണ് 4-in-1 ചാലഞ്ച്. ആരാധകര് ശാന്തരാകും. സോ ഇത് 2 ഗ്രൂപ്പായിട്ടായിരിക്കും ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാ റൂൾസും ക്രീപ്പി പറയുന്നതായിരിക്കും. സോ നമ്മൾ ഇന്ന് ലോട്ട് എടുത്ത് 2 ഗ്രൂപ്പ് ആവാനായിട്ട് പോവാണ്. ഒരു ടീമിൽ 3 പേര്, മറ്റേ ടീമിൽ 3 പേര്. അത് നമ്മൾ ചൂസ് ചെയ്യുന്ന ഈ ലോട്ട്സ് എടുത്തിട്ടായിരിക്കും. സോ ദാറ്റ് അഡൽട്സും അതുപോലെ തന്നെ പിള്ളേരും മിക്സ്ഡ് ആയിട്ട് തന്നെ ഒരു ഗ്രൂപ്പിൽ വരണം എന്നുള്ളതാണ് നമ്മുടെ ഒരു പേർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റിനെ തന്നെ നമുക്ക് വിളിക്കാം. ഓക്കെ, സോ ഇതൊരു ഗ്രൂപ്പ് ഓഫ് ചിറ്റ്സ് ആണ്, ഈ 3. ഇത് അടുത്ത ഗ്രൂപ്പ് ഓഫ് ചിറ്റ്സ്. ഇതിൽ ഏതേലും ഒരെണ്ണം എടുത്തോ. ആദ്യം ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരെണ്ണം. ഓക്കെ, അതാരാന്നൊന്ന് എടുത്ത് വായിക്കാമോ? ശ്രേയ. ഓക്കെ, സോ ഏറ്റവും ആദ്യം അല്ല. ഓക്കെ ഓക്കെ, നമ്മൾ എക്സൈറ്റഡ് അല്ലേ ഗായ്സ്? നമ്മൾ എക്സൈറ്റഡ് അല്ലേ? ഇനി നമ്മൾ നെക്സ്റ്റ് ടീമിലത്തെ 2 പേരെ ആദ്യം കണ്ടുപിടിക്കാനായിട്ട് അടുത്ത ഗ്രൂപ്പ് ഓഫ് ചിറ്റ്സിൽ നിന്ന് എടുത്തോ. കുറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ചൂസ് ചെയ്യാൻ. ഓ, ജോഷ് ഒരു ഓപ്പോസിറ്റ് ടീമിലേക്ക് വന്നിട്ടുണ്ട് ഗായ്സ്. ഇല്ല. Oh my God. ആന്റിയമ്മ ഇപ്പൊ എടുക്കുന്ന ആള് ഏത് ടീമിലോട്ടാ പോകുന്നത്? പപ്പയുടെ ടീമിലോട്ട്. ഓക്കെ, oh my God, exciting. എനിക്ക് തോന്നുന്നു ഇതൊരു ഫെയർ ഗ്രൂപ്പിംഗ് ആണ് നടന്നിരിക്കുന്നത്. കാരണം ചിലര് പലതവണ പ്രാക്ടീസ് ചെയ്തിറങ്ങിയവരൊക്കെ ഇവിടെ ഉണ്ട്. സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. ഇനി നിങ്ങൾക്ക് ഒരു കുഞ്ഞു ടാസ്ക് ഉണ്ട്. ടീമിന് നിങ്ങളൊരു പേരിടണം. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇന്ന് നിങ്ങളെ മെൻഷൻ ചെയ്യുന്നത്. ഓ, ഇവിടെ തീ. ഓക്കെ, ഓ ഗൈസ്, ടീം ജിങ്കാലാല. ഗൈസ്, ഇതുവരെ ഒരു തീരുമാനം ആവാതെ ടീം ഡിങ്കോൾഫി. സോ ടീം ജിങ്കാലാല ഇവിടെയുണ്ട്, ടീം ഡിങ്കോൾഫി ഇവിടെയുണ്ട്. സോ വിത്തൗട്ട് എനി വെയിറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഫസ്റ്റ് ഗെയിം. ഏതാണ് സേറ? ബ്ലോഗർ തന്നെ പറഞ്ഞോളൂ. യെസ്, കപ്പ് കൊട്ടാരമാണ് നമ്മുടെ ഫസ്റ്റ് ഗെയിം. ഓക്കെ, അപ്പൊ നമ്മൾ റൂൾസ് പറയാൻ പോവാണ്. കപ്പ് കൊട്ടാരത്തില് താഴെ നമ്മൾ ബേസ് ആയിട്ട് 5 എണ്ണം വെക്കുന്നു.
3, 2, 1 വെക്കുമ്പോ എല്ലാ റോയിലും ഒരെണ്ണം മാത്രം നേരെ വെക്കണം. ഓക്കെ? അത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങളുടെ ബുദ്ധി അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ബുദ്ധി ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ഇല്ലാത്തവരോ? ഇല്ലാത്തവർ തോച്ചു. ഓക്കെ. Emotional damn it. നേരെ ഇരിക്കണം. എന്നിട്ട് എടുക്കുമ്പോ ഇങ്ങനെ എടുത്തു, തിരിച്ചല്ലേ, തിരിച്ചു വന്നു, ഇങ്ങനെ ഇപ്പൊ നമ്മൾ ഒരു സെറ്റ് എടുത്തു. ഇനി അത് അവിടെ വെക്കാൻ പാടില്ല, കണ്ടിന്യൂസ് ആയിട്ട് പോകണം. എന്താ തോന്നുന്നത്, നിങ്ങളുടെ ടീം ഇതിൽ വിജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത നിങ്ങൾക്ക് ഓക്കെ, നിങ്ങളുടെ ഓവർ കോൺഫിഡൻസ് ആണ്. ഇവരൊരു ടീം. So, Team Jingalala and Team Dingolfi, are you ready? Yes. So let the battle begin. രണ്ട് ടീമിൽ നിന്നും ആരാണ് ആദ്യം വരുന്നത്? ടീം ഓ മൈ ഗോഡ്. ഇനി നടക്കപ്പോറത് യുദ്ധം. Time start now. വിസിൽ പിക്കല് കബഡി കബഡി വിസിൽ പിക്കല് പോ വിസിൽ പിക്കല് കബഡി കബഡി വിസിൽ പിക്കല് പോ റെട്ട മൈക്ക് നമ്പർ ലിട്ട ഫുൾ പവർ ജിഗർ രണ്ട് കാലം വെച്ച് രണ്ട് കൈയും വെച്ച് കവർ കിഴിഞ്ഞ് തവർ കിണിഞ്ഞ് ലാക്കില് നോക്കണ സാക്കില് പൊക്കില് ലോക്കില് വീണ പൊക്കില് തപ്പല് വിക്കല് വിക്കല് കക്കലടിക്കല് സിക്കലടിക്കല് തൊട്ടത് നട്ടത് വിട്ടത് സുട്ടത് അട്ടത് വിട്ടത് വിസിൽ പിക്കല് കബഡി കബഡി വിസിൽ പിക്കല് പോ അങ്ങനെ ഏറ്റവും ആദ്യത്തെ റൗണ്ടില് which team is the winner and which team is the loser? Okay. കണ്ടാ മതി. Okay. Next game. രണ്ട് ടീമിനും ഓരോ പേരും 1 versus 1 ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ നിങ്ങളുടെ ടീമിൽ നിന്ന് ആദ്യം ആരെ ഇറക്കണം. അപ്പൊ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ബലൂൺ എടുക്കും. പക്ഷെ ഒരാള് ദേഹം ഉപയോഗിക്കുന്ന കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളെ അപ്പം ഗ്രൂപ്പിൽ നിന്ന് മാറ്റും. പിന്നെ മറ്റേ 2 പേർക്കേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊരു വലിയൊരു ഫെയർ റഫറി തന്നെ. അയ്യന്റെ മോനെ കൊടുക്കുന്നതായിരിക്കും. എന്നിട്ട് 3 പേരും കൂടെ അത് എയറിൽ കാറ്റുകൊണ്ട് ഊതി പൂ പൂ എന്ന് പറഞ്ഞ് ഊതി ഊതി എയർ നിർത്തണം. ഓക്കെ, റെഡി അല്ലേ? നമുക്ക് നോക്കാം ഏത് ടീമിലാണ് എയറിലാവാൻ പോകുന്നത് എന്നുള്ളത്. ഓക്കെ, അല്ലേലും ഇവര് ജയിക്കും.
ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. എന്താ ഗൈസ് ഒരു ശ്മശാനം